നമ്മൾ പോത്തൂട്ടിന് കൊടുക്കുന്ന ഫുഡിലൊരു പ്രധാനപ്പെട്ട ഐറ്റം ആട്ടെ രണ്ടാമത്തെ ദിവസം കേട്ടോ ഈ ആലേൻ്റെ കോൺക്രീറ്റ് പണി കഴിഞ്ഞത്. അപ്പോൾ പോത്തുകൂട്ടൻ അവനെ തീറ്റ തുടങ്ങി കേട്ടോ. അവൻ എൻ്റെ പണിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ മില്ലിൽ പോയപ്പോൾ നമുക്ക് പതിര് കിട്ടിയിട്ട് ഹലോ. അപ്പോഴേ കുറേ പേര് ചോദിച്ചു കേട്ടോ അവിടെ. കുറേ പേർക്ക് അറിയാം എന്തൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളത്. അതേപോലെ രണ്ട് മൂന്ന് ആൾക്കാർ ചോദിച്ചു എല്ലാവരെയും കാണിച്ചു തരുമോ, അതായത് നമ്മുടെ വീട്ടിലുള്ള പക്ഷികളെയും അതേപോലെ തന്നെ മൃഗങ്ങളെ കാണിച്ചു തരുന്നു. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കുന്നൊരു വീഡിയോ അതേപോലെ നമ്മൾ പോത്തുട്ടിനെ പുഴയിൽ കൊണ്ടേ കെട്ടും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ അവിടെ ആക്കിയൊരു ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മൾ പോത്തുട്ടിന് കൊടുക്കുന്ന ഫുഡിലൊരു പ്രധാനപ്പെട്ട ഐറ്റം ആട്ടെ കൊപ്ര പിണ്ണാക്കാണ്. അതായത് നമ്മുടെ തേങ്ങയൊക്കെ ആട്ടിയിട്ട് ബാക്കി വരുന്ന ബാലൻസ് ഉള്ള വേസ്റ്റ് ആട്ടത്. ഇത് നമുക്ക് മില്ലിൽ പോയാൽ കിലോയ്ക്ക് 20 രൂപ വെച്ച് കിട്ടും കേട്ടോ. നമ്മളതാണ് പ്രധാനപ്പെട്ട കൊടുക്കുന്ന ഒരു സാധനം കേട്ടോ. അതേപോലെ തന്നെ അതിക്ക് ഒരു കപ്പ് അരിത്തവിട് കേട്ടോ. അതേപോലെ തന്നെ ഗോതമ്പ് തവിട്. ഈ അരിത്തവിടും ഇതൊക്കെ നമുക്ക് കോഴിയാക്കും കൊടുക്കാം, താറാവൊക്കെ കൊടുക്കാം കേട്ടോ. ശരിക്കും ഞാനത് താറാവക്കും കോഴിയാക്കും കൊടുക്കാൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ പോത്തിൻ്റെ അകത്ത് ചെന്നാലും നല്ലതാണ്, കാരണം ഒക്കെ പ്രോട്ടീനാണ്. അതേപോലെ ഈ പോത്തിന് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ പഴയ സാധനങ്ങളൊന്നും കഴിക്കില്ല കേട്ടോ ആൾ. ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് ചൂടുവെള്ളം, കഞ്ഞിവെള്ളം സാധനം കൊടുക്കില്ല കേട്ടോ. അപ്പോൾ ഒന്ന് കഞ്ഞിവെള്ളം ഇല്ലാതെ നമ്മൾ ചൂടുവെള്ളം അമ്മയോട് പറഞ്ഞ് ഉണ്ടാക്കി വെച്ചാണ്. അപ്പോഴേ നമ്മളെ പോത്തുകൂട്ടിനെ കൊണ്ടിപ്പോൾ ഏകദേശം 3 ആഴ്ച കേട്ടോ. അതായത് ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ ഏകദേശം 1 മാസമായി. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ആദ്യ ആഴ്ച തന്നെ എന്ത് ചെയ്തു, വിരഗുളിക കൊടുത്തു. പിന്നെ നമ്മൾ സാധാരണ ചെയ്യാറുള്ള ഒരു പൊടി കേട്ടത്, ഇത് അരിയാറെന്ന് പറയും, വേറെ എന്തൊക്കെ പേരിൽ അറിയപ്പെടും. ഇത് പോത്തിൻ്റെ വയറൊക്കെ ഒന്ന് ശരിയാവാനും നന്നായിട്ട് ഫുഡ് എടുക്കാനൊക്കെ ഉള്ളൊരു ചെറിയൊരു പൊടിക്കൈയാട്ടത്. ഇതൊക്കെ കൊടുത്താലാണ് പിന്നെ അത്യാവശ്യം നന്നായിട്ട് പുല്ല് തിന്നുന്നതും അതിൻ്റെ ഭാഗമായിട്ട് തടിയൊക്കെ നന്നാകും കേട്ടോ. അപ്പോൾ ഇത് കുറേശ്ശെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേക സ്മെല്ലാണ്, അപ്പോൾ ഒറ്റയടിക്ക് കഴിക്കൂല. ഭയങ്കര ഒരു വെറൈറ്റി സ്മെല്ലാണ് പച്ചമരുന്നിൻ്റെയൊക്കെ. അപ്പോൾ എങ്ങനെയും കുടിക്കൂല. അപ്പോൾ നമ്മൾ കുറേശ്ശെ നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോത്തിൻ്റെ വയറ്റിലെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം കേട്ടോ. അപ്പോൾ നമ്മുടെ മരുന്നും ഗോതമ്പ് തവിടും അരിത്തവിടും അതേപോലെ ഇതൊക്കെ മിക്സാക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് മിക്സ് ആവട്ടെ. ചൂട് വെള്ളമാണ്. ചൂടുണ്ടെങ്കിൽ അവൻ കുടിച്ചു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് മണത്ത് നോക്കും, നേരെ മുഖം തിരിക്കും കേട്ടോ. അത് കാണുമ്പോൾ ദേഷ്യം വരും നമുക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ സാധാരണ ചൂടുള്ള കഞ്ഞിവെള്ളത്തിലാണ് കൊടുക്കൽ. രാവിലെ നേരത്തെ ആയതുകൊണ്ട് ചോറൊന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം തൽക്കാലം ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് നേരത്തെ കൊണ്ട് കൊടുക്കാം കേട്ടോ. ബാ. അപ്പോൾ നമ്മൾ കൊടുത്ത മരുന്നും കുടിക്കുന്നുണ്ട് കേട്ടോ. ശരിക്ക് ഇങ്ങനെ നല്ല കിട്ടിക്കഴിഞ്ഞാലേ നേരെ മുഖം തിരിക്കും. പിന്നെ നമ്മളവിടെ കൊടുത്ത ഗോതമ്പ് തവിട്, നമ്മുടെ തേങ്ങ, പിണ്ണാക്കൊക്കെ വേസ്റ്റ് ആവട്ടെ. അപ്പോഴേ പല ആൾക്കാർ വിചാരിക്കുന്നുണ്ട് കേട്ടോ പോത്തോട്ടിൻ്റെ പുറത്താണ് കെട്ടൽ എന്നുള്ളത്. ഇപ്പോൾ പുറത്തുനിന്ന് കെട്ടൽ കേട്ടോ. ശരിക്കും ഇവരെയൊക്കെ ഒരു സെറ്റപ്പിൽ വളർത്തിയാൽ മതി. വലിയ ബുദ്ധിമുട്ട് അങ്ങനെ രോഗങ്ങളൊന്നും വരാത്ത ഒരു വിഭാഗമായിട്ട് പോത്ത്. പക്ഷെ നമ്മൾ ഇപ്പോൾ അതായത് തൊഴുത്തുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മേൽക്കൂരിയൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ 2ാമത്തെ ദിവസം കേട്ടോ ഈ ആലേൻ്റെ കോൺക്രീറ്റ് പണി കഴിഞ്ഞത്.
അപ്പോൾ നമുക്ക് നനയ്ക്കണം. 5 ദിവസം നനയ്ക്കാനാണ് നമ്മുടെ പണിക്കാരൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നനച്ച് കഴിഞ്ഞിട്ട് 5-ാമത്തെ ദിവസം നമുക്ക് എന്ത് ചെയ്യാം, പോത്തൂട്ടിനെ നമുക്ക് ആലേക്ക് മാറ്റി കെട്ടാം കേട്ടോ. അപ്പോൾ 2 പോത്തിനെയോ എന്തായാലും 2 ആൾക്ക് മാക്സിമം ഇതിൽ നിർത്താൻ പറ്റുള്ളൂ കേട്ടോ. അത്ര ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ ആ ഒരു തൊഴുത്തുണ്ടാക്കുന്ന അല്ലെങ്കിൽ ആല ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഫസ്റ്റ് മുതൽ നമ്മൾ എന്ത് ചെയ്യാണ് ഇതിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ട് അതിൽ എടുത്തു വെച്ചിട്ടുണ്ട് വീഡിയോസ് ഓരോ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മുടെ ആല അല്ലെങ്കിൽ തൊഴുത്ത് നനക്കല കഴിഞ്ഞു കേട്ടോ. വേറെ സാധനം കാണിച്ചു തരാം കേട്ടോ. വാ, തറവെള്ളക്കുളമൊക്കെ അലമ്പായി കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്ലാവ് കേട്ടോ തൊട്ട് താഴെയൊക്കെ എന്തായിട്ടുണ്ട്, ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതായത് ഇവിടെയൊക്കെ അത്യാവശ്യം ചെറിയ ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചിലതിന് കേടുമുണ്ട്, ഇതേപോലെ തന്നെ കേടായിട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ അത്യാവശ്യം വലിയ ചക്കയായിട്ടാണ് കേട് വന്ന് പോകുന്നത്. ആദ്യമേ പോവുകയാണെങ്കിൽ സങ്കടമല്ല, പ്രതീക്ഷകൾ വന്നിട്ട് പിന്നെ പെട്ടെന്ന് കേട് വന്ന് പോകുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഇത് അത്യാവശ്യം വലിയ ഇതുണ്ട്. എന്നാലും ചെറിയൊരു കുത്ത് വരുന്നുണ്ട് ഇതിനൊക്കെ. ഒരു ഉണ്ടോ, ചെറിയൊരു കുത്തുണ്ട്. ചോള എത്രത്തോളം ഉണ്ടാവും എന്നറിയില്ല. എല്ലാത്തിനും അങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട്. മരത്തിന് ഓൾറെഡി ഒരു പ്രശ്നമുണ്ട്. മരം ആദ്യം ഒന്ന് ഉണങ്ങി പോകാൻ നിന്നതാണ്. പിന്നെ രണ്ടാമത് ഇങ്ങനെ പിടിച്ച് കിട്ടിയതാണ് നമ്മുടെ ലിയോ കേട്ടോ. 2ാമത്തെ ആളാട്ടോ. പോത്തിനെ കാണിച്ചു തന്നു, ലിയോനെ കാണിച്ചു തന്നു. അപ്പോൾ ലിയോനെ നമ്മൾ കോഴിക്കളെയും താറാവുകളെയൊക്കെ വിടുന്നതിൻ്റെ മുന്നേ തന്നെ എന്ത് ചെയ്യും, ഒന്ന് ടോയ്ലറ്റ് കൊണ്ടുപോകും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഓലെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഓനെ വിട്ട് കഴിഞ്ഞാൽ അവർക്ക് പേടിയാവും, ഇവനെ പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, താറാവിനെയും കോഴിക്കളെയൊക്കെ വിടുന്നതിന് മുന്നേ തന്നെ ഓൻ്റെ പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൂലയ്ക്ക് കൊണ്ടേക്ക് ഇട്ടു. അപ്പോഴത്തേക്കും അവൻ്റെ പരിപാടിയൊക്കെ കഴിയും. പിന്നെ ഓനെ കൊണ്ടേക്ക് വിട്ട് കെട്ടും. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, താറാവിനെയും കോഴിക്കളൊക്കെ വിടുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ആകെ അലമ്പാവും, ഓനാകെ മണ്ടി കളിക്കും. വാ, അപ്പോൾ ലിയോനെയൊക്കെ കൂട്ടി കയറ്റി കേട്ടോ. കൂട്ടി കയറ്റി കഴിഞ്ഞാൽ പിന്നെ അടങ്ങി നോളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ രക്ഷ ഉണ്ടാവില്ല. മേല് കയറുന്ന ഒരു പ്രത്യേക ഒരു വികാരമുള്ള ആളാണ്. ആരെ മേലായാലും കയറും, നല്ല വെയിറ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, താറാവിനെയും കുഴികളൊക്കെ വിടാം കേട്ടോ. വാ, അപ്പോൾ ഓർക്കുള്ള ഫസ്റ്റ് ഫുഡ് എന്താ വെച്ചാൽ ഗോതമ്പാണ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ഗോതമ്പ് ഇട്ട് കൊടുക്കും. ബാ ബാ, അപ്പോൾ നമ്മുടെ വാത്തൊക്കെ വലിയ പരിചയമില്ല കേട്ടോ, എന്നാലും കുഴപ്പമില്ല, പരിചയം വരുന്നുള്ളൂ കേട്ടോ. അപ്പേ നമ്മുടെ താറാവിനുള്ള ഫുഡാട്ടോ. അതിൽ അരിത്തവിടുണ്ട്,
പിന്നെ ഇന്നലത്തെ മീനിൻ്റെ വേസ്റ്റ്, അതായത് നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവന്നെ. അപ്പോൾ ഇന്നലെ നമ്മൾ മില്ലിൽ പോയപ്പോൾ നമുക്ക് പതിര് കിട്ടിയിട്ടോ, അതായത് നെല്ലിൻ്റെ വേസ്റ്റാണ്. അതായത് അപ്പോൾ ഇതും കൂടെ എന്ത് ചെയ്യാം, നമുക്ക് മിക്സ് ചെയ്യാം. ഇത് നല്ല കാൽസ്യം അടങ്ങിയിട്ടുള്ള ഫുഡാട്ടോ. അതും കൂടെ എന്ത് ചെയ്യാം, നമുക്ക് ഇതിലേക്ക് ഫുഡ് മിക്സ് ചെയ്ത് കൊടുക്കാം. കഴിക്കാൻ നോക്കി കുറച്ച് കൊണ്ടുവന്നാണ്, സാമ്പിൾ കൊണ്ടുവന്നാണ്. ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചിട്ട് കൊണ്ടുവരാം. നമുക്കിത് നമ്മുടെ ഡിഷിൽ രണ്ടിലും ഇട്ട് കൊടുക്കട്ടോ. ബാ അപ്പേ നമ്മുടെ വാർത്തകളിപ്പോൾ കുറച്ചൊക്കെ ആണെങ്കിൽ കേട്ടോ, അന്നൊക്കെ നല്ല കൊത്തിയിടും ഈ ഗിനിക്കോഴികളും പിന്നെ ഈ ടർക്കിക്കോഴികളൊക്കെ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, വലിയ വിഷയമൊന്നുമില്ല, നമ്മളായിട്ട് വലിയൊരു ചോറയൊന്നുമില്ല കേട്ടോ. ഒരു പേടിയുണ്ട്. പിന്നെ നമ്മളത്ര വലിയൊരു അങ്ങനെ എടുത്താണ്ടൊന്നും കൊണ്ടു കൊടുക്കുന്ന ആൾക്കാരല്ലല്ലോ, ലിയോൻ്റെ മാതിരി. ഓലങ്ങനെ അവരെ വഴിക്ക് കിടക്കും. പിന്നെ ഇവര് വേറെ ടീമാട്ടോ, അവരുടെ കൂടത്ത് കൂടിയിട്ടില്ല, താറാവുകളുടെ കൂടത്ത് കൂടിയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, ഏകദേശം ഇപ്പോൾ. അപ്പോൾ നമുക്കുള്ള 3 ടർക്കികളാട്ടോ. ഈ 2 ബ്ലാക്കും പെണ്ണുങ്ങളാണ്, അതായത് വൈറ്റാണ് കേട്ടോ. ഈ 2 വൈറ്റും ഈ കുഞ്ഞു ബ്ലാക്കും വേറൊരു ഐറ്റമാണ്. അതേപോലെ ഇത് വേറെ ഐറ്റമാണ്, ഈ വലുത് കണ്ടത്. അത് നല്ല സൈസ് വെക്കുന്നതാണ്. ഇത് 2 സൈസ് വെക്കാത്തതാണെന്നാണ് തോന്നുന്നത് കേട്ടോ. വീഡിയോസിലൊക്കെ കണ്ടപ്പോൾ 3 ഐറ്റം ടർക്കികളുണ്ട്. അപ്പം കുഴപ്പമില്ല, ഇവനാണ്. ഇപ്പോൾ കുറച്ചൊക്കെ ഗ്രോത്ത് ആയിട്ട് ഒരു വലുതായിട്ട് വരുന്നുണ്ട്. ഇവൻ ആദ്യം നമുക്ക് കിട്ടിയപ്പോൾ തന്നെ അത്യാവശ്യം വലിയൊരു ടർക്കി കേട്ടോ. അത് സ്റ്റാർട്ടർ ഫുഡ് കൊടുത്തിട്ട് അപ്പോഴേ നമുക്കെന്താ ചെയ്യുക, പോത്തുകൂട്ടിനെ പുഴയെ കൊണ്ടേ കെട്ടിയിട്ട് വേണം എനിക്ക് പോകാൻ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം കേട്ടോ, എന്നെ കൊണ്ടുപോയി പുഴയെ കൊണ്ടേ കെട്ടും. രാവിലെ ഇപ്പോൾ ഏകദേശം 8:20 ആയിട്ടോ. പക്ഷെ പുഴയിൽ ഇപ്പോൾ നല്ല കോടമഞ്ഞൊക്കെ കയറി നിൽക്കുകയാണ്. സാധാരണ ഈ സമയമാകുമ്പോഴത്തേക്ക് കോടയൊക്കെ പോലുണ്ട്, ഇപ്പോൾ നല്ല മഞ്ഞാണ്. അപ്പോൾ പോത്തോട്ടിനെ നമുക്ക് വെയിൽ വരാത്ത സ്ഥലത്ത് കെട്ടണം. അതായത് ഇപ്പോൾ ഇവിടെയൊക്കെ ഓപ്പണാണ്. ഇപ്പോൾ ഇവിടെ കെട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നേരെ വെയിലാവും, അപ്പോൾ ഓന് ബുദ്ധിമുട്ടാവും. അപ്പോൾ വെയിൽ വരാത്ത രീതിയിലുള്ള സ്ഥലങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കെട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഒരു 10 മണിയോ 11 മണി ആകുമ്പോഴത്തേക്ക് അമ്മ മാറ്റി കെട്ടുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടാവില്ല. നമുക്ക് ഇതേപോലെയുള്ള തണലത്തോട്ട് കൊണ്ട് പോകാൻ പറ്റണം, അങ്ങനത്തെ രീതിയിലുള്ള സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്തു കേട്ടോ. ഇവിടെ പോലെ തിന്നാളെ പുല്ലുണ്ട്. ഇനിയിപ്പോൾ ഒരു 10 മണി 11 ആകുമ്പോഴത്തേക്കും എൻ്റെ കടയിൽ കയറി നിന്നാലും മതി കേട്ടോ. അവിടെ കെട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല വെയിലാവും. അപ്പോൾ ഞാൻ തിന്നോട്ടെ കേട്ടോ. നമുക്കേ കോഴിക്കുട്ടിയൊക്കെ ചതിലുണ്ടോ നോക്കാം. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് പോവാം. ഇപ്പോൾ ചതിലൊന്നും കിട്ടിയില്ല കേട്ടോ. നമുക്ക് തിരിച്ചു പോവാം. സമയം ഏകദേശം 8:30 നമുക്ക് പോകേണ്ടതാണ്. അപ്പോൾ പോത്തുകൂട്ടൻ അവിടെ തീറ്റ തുടങ്ങി കേട്ടോ. അവൻ എൻ്റെ പണിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. നല്ല തീറ്റ കേട്ടോ.
അപ്പോൾ നമ്മളെ ലാസ്റ്റ് ടീം കേട്ടോ, ഇതും കൂടി തിന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പണികൾ ഏകദേശം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അന്ന് വാങ്ങിച്ച കോഴികളാട്ടോ, അത് ശരിക്കും ലഗൂൺ കോഴീൻ്റെ പൂവന്മാരാട്ടോ. നമ്മുടെ വീട്ടിൽ മുട്ടൊന്നും വിരിയാതെ ആയപ്പോൾ ഒരു പൂതി കയറിയതാട്ടോ കുട്ടികളെ കുറച്ച് വാങ്ങാമെന്ന്. ആദ്യം 8 വാങ്ങിച്ചു, അതിൽ നമുക്ക് 5 കിട്ടി കേട്ടോ. പിന്നെ 15 വാങ്ങിച്ചു, അതിൽ 1 ഇപ്പോൾ ചത്തു, ബാക്കി 14 ഇപ്പോൾ ഇതിലുണ്ട് കേട്ടോ. രാവിലെ തന്നെ സ്റ്റാർട്ടറും അതേപോലെ തന്നെ ഗോതമ്പ് ചെറുതാക്കി പൊടിച്ചും കൂടെ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ കൂട് നമുക്കിപ്പോൾ നിലവിൽ കോഴിക്കളും താറാവുകളൊക്കെ ഒരു കൂട്ടിൽ തന്നെ കംപ്ലീറ്റ്, ഓർക്ക് തന്നെ സ്ഥലം തികയുന്നില്ല. നമ്മൾ തൽക്കാലം വേറൊരു കൂടുണ്ടാക്കിയതാണ്, കൂടല്ല ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയതാണ്. ഭാവിയിൽ നമുക്ക് വേറെ കൂടൊക്കെ ഇതിലൊന്നുകൂടി വലുതാകുമ്പോഴത്തേക്കൊക്കെ ഉണ്ടാക്കാം കേട്ടോ.